ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ കോട്ടിംഗ് എല്ലാം ഞാൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ കേക്കിൻ്റെ സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ് എല്ലാം ഇട്ട് കൊടുത്തിന് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചോക്ലേറ്റ് എല്ലാം ചെറുതായിട്ട് താഴോട്ട് അടർന്ന് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ATM കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അവിടെ പറ്റിച്ചേർന്നിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാനൊരു പാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്തതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കേക്കിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ചോക്ലേറ്റ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ നോസിലും ക്രീമും ഉപയോഗിച്ച് താഴെ നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ബോർഡർ ഡെക്കറേഷൻ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് ഈ ഫ്ലവറിൻ്റെ എല്ലാം ഒന്നിടവിട്ട് ഇടയിലായിട്ട് നമ്മൾ കുറച്ച് ചെറീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കേക്കിലേക്ക് പേരെഴുതി കൊടുക്കുകയാണ്. പേരെഴുതാൻ ക്രീം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ക്രീമിലേക്ക് കുറച്ച് സ്കൈ ബ്ലൂ എന്നുള്ള കളർ ആഡ് ചെയ്ത് കുറച്ച് ലൂസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഉപയോഗിച്ച് കേക്കിലേക്ക് പേരൂടെ എഴുതി കൊടുത്ത് കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേക്കിലേക്ക് പേര് എഴുതി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.